നമസ്കാരം. നടൻ മണിയൻ പിള്ള രാജുവിന്റെ അറസ്റ്റിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് കാറിടിച്ച് നിർത്താതെ പോയ കേസിലാണ് മണിയൻ പിള്ള രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടത്തിൽ ബൈക്ക് യാത്രികരായ 2 പേർക്ക് കാര്യമായ പരിക്കുണ്ട്. ഒരാൾക്ക് കാലുകളിൽ ഒടിവും മറ്റൊരാൾക്ക് നട്ടെല്ലിന് പരിക്കുമേറ്റു. എന്നാൽ അപകടമുണ്ടായതിനു ശേഷം കാർ നിർത്താതെ കടന്നു കളയുകയാണ് നടൻ ചെയ്തത്. എന്നാൽ ഭയം മൂലമാണ് താൻ വാഹനം നിർത്താതെ പോയത് എന്ന് നടൻ പോലീസിനോട് പറഞ്ഞു. എഫ്ഐആറിൽ മണിയൻ പിള്ള രാജുവിന്റെ പേരുണ്ടായിരുന്നില്ല. അജ്ഞാത വാഹനം ഇടിച്ചു എന്നായിരുന്നു പരാതി. യുവാക്കൾ തന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നുവെന്നും താൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് എന്നും മണിയൻ പിള്ള രാജു പറഞ്ഞു. വാഹനം ഇടിച്ചു തെറിഞ്ഞ് നിർത്താതെ പോയത് തെറ്റ് തന്നെയാണ്. എന്നാൽ ശബ്ദം കേട്ട ഉടനെ തന്നെ പരിഭ്രമിച്ചു പോയി. സുഹൃത്തുക്കളെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. രാത്രി തന്നെ പോലീസ് നടന്റെ വീട്ടിലെത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നാൽ മണിയൻ പിള്ള രാജുവിന്റെ ആ രാത്രി യാത്ര മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും പ്രിയങ്കരനായ ഒരാളുടെ പാർട്ടിക്ക് ശേഷമുള്ള മടക്കമായിരുന്നുവെന്നാണ് അറിയാനാവുന്നത്. മുഖ്യമന്ത്രിയുമായി ഏറെ അടുപ്പമുണ്ട് എന്ന് ഏവരും പറയുന്ന ആ വ്യക്തിയുടെ ടെന്നീസ് ടൂർണമെന്റ് പാർട്ടിയാണ് കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ഹോട്ടലിൽ നടന്നത്. ഇതിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. മുഖ്യമന്ത്രിയുമായി അതീവ അടുപ്പമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ഉന്നതൻ തന്റെ മകന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച ടെന്നീസ് ടൂർണമെന്റ് ആഘോഷമാണ് കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ക്ലബിൽ വെച്ച് നടന്നത്. ദുബായ് കേന്ദ്രമായി ബിസിനസ് ചെയ്യുന്ന ഈ പിണറായിയുടെ പേരുകാരൻ നടത്തിയ ആഡംബര പാർട്ടിയിൽ പങ്കെടുത്ത ശേഷമായിരുന്നു നടൻ മണിയൻ പിള്ള രാജുവിന്റെ വിവാദമായ ആ മടക്കയാത്ര. ഇവിടെ നിന്ന് അറച്ചറച്ച് കാറിൽ പുറത്തിറങ്ങിയ മണിയൻ പിള്ള രാജു നിമിഷങ്ങൾക്കകം തന്നെ ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കളെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. എന്നാൽ അപകടത്തിന് ശേഷം മ്യൂസിയം പോലീസ് കാണിച്ച അമിത മര്യാദയ്ക്ക് പിന്നിൽ ഈ അവതാരത്തിന്റെ ഇടപെടലുണ്ട് എന്നാണ് സൂചന. പോലീസ് ആസ്ഥാനത്തിന്റെ വിളിപ്പാടകലെ അപകടമുണ്ടാക്കി യുവാക്കളെ റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ താരത്തെ രാത്രിയിൽ തന്നെ പിടികൂടാൻ പോലീസ് തയ്യാറായില്ല. ഇതിന് പിന്നിൽ ഉന്നതന്റെ ഫോൺ വിളികളായിരുന്നുവെന്നും ആരോപണമുണ്ട്. ശ്രീറാം വെങ്കിട്ടരാമൻ കേസിൽ മ്യൂസിയം പോലീസ് നടത്തിയ അതേ കളികൾ തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. മദ്യപാനം തെളിയിക്കാനാകാത്ത വിധത്തിൽ കൃത്യം 11 മണിക്കൂർ കഴിഞ്ഞ് താരം ഹാജരാകുന്നതുവരെ പോലീസ് കാത്തുനിന്നു. ചിക്കൻ കുനിയാണ് എന്ന് പറഞ്ഞ് പൊതുപരിപാടിയിൽ പങ്കെടുത്ത രാജുവിന്റെ വാദങ്ങളിലെ പൊള്ളത്തരം പോലീസ് കണ്ടില്ല എന്ന് നടിച്ചു. പരിക്കേറ്റ നിവേദിനെയും സൂരജിനെയും അവഗണിച്ചുകൊണ്ട് കടന്നു കളഞ്ഞത് കൊലപാതക ശ്രമമായി കാണുന്നതിനു പകരം കേവലം കയ്യബദ്ധമാക്കി മാറ്റാൻ ഈ അവതാര ഇടപെടൽ സഹായിച്ചു. ട്രിവാൻഡ്രം ക്ലബിലെ ആ രാത്രി നടന്ന പാർട്ടിയും അതിൽ പങ്കെടുത്ത പ്രമുഖരും ആരൊക്കെയാണ് എന്നത് രഹസ്യമാക്കി വെക്കാൻ ഉന്നത തലത്തിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുള്ളവരുടെ സാന്നിധ്യമാണ് ഈ കേസിൽ പോലീസിനെ കെട്ടിവരിഞ്ഞത്. ശ്രീറാം വെങ്കിട്ടരാമനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് രാജുവും സംഘവും മ്യൂസിയം പോലീസിനെ വെട്ടിലാക്കിയത്. ഇന്നലെ രാത്രി അപകടം നടന്ന ട്രിവാൻഡ്രം ക്ലബിന്റെ ഭാഗമായ സുബ്രഹ്മണ്യം ഹാളിന് മുന്നിൽ നിന്നുമാണ് രാജുവിന്റെ ആഡംബര കാർ പാഞ്ഞു വന്നത്. തിരുവനന്തപുരത്തെ സമ്പന്നരുടെ മദ്യപാന കേന്ദ്രം എന്നറിയപ്പെടുന്ന ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയതാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് അപകടത്തിന് ശേഷമുള്ള ഒളിച്ചോട്ടം. രാത്രി താരത്തിന്റെ വീട്ടിലെത്തിയ പോലീസിനോട് രാജു അവിടെ ഇല്ല എന്ന പച്ച കള്ളമാണ് വീട്ടുകാർ പറഞ്ഞത്. എന്നാൽ താരം ആ സമയം അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും മദ്യത്തിന്റെ അംശം രക്തത്തിൽ നിന്നും അപ്രത്യക്ഷമാകാനുള്ള വിൻഡോ പീരീഡ് വരെ പോലീസിനെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുകയായിരുന്നുവെന്നുമാണ് സൂചന. മണിയൻ പിള്ള രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വൈദ്യ പരിശോധന നടത്തിയിരുന്നു. ജാമ്യമുള്ള വകുപ്പുകളായതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുകയും ചെയ്തു. തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ചില ഉന്നതർക്കൊപ്പം സ്റ്റേഷനിലെത്തിയ രാജുവിനെതിരെ ഏറെ വൈകിയാണ് പോലീസ് നടപടികളിലേക്ക് കടന്നത്. മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള 8 മണിക്കൂർ സമയം ബോധപൂർവം പാഴാക്കിയ ശേഷം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധന വെറും പ്രഹസനമായി മാറി. ക്യാൻസർ അതിജീവിതൻ എന്ന വൈകാരിക കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കേസിനെ കയ്യബദ്ധം എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. പരിക്കേറ്റ യുവാക്കളുടെ നില ഗുരുതരമായി തന്നെ തുടരുമ്പോഴും മദ്യപാനം തെളിയിക്കാനാകാത്ത വിധത്തിൽ ശാസ്ത്രീയമായി കേസ് അട്ടിമറിക്കപ്പെട്ടത് പോലീസിനും ആഭ്യന്തര വകുപ്പിനും വൻ നാണക്കേടായി മാറിയിരിക്കുകയാണ്.